മിഷൻ എംബ്രോയിഡറി പഠിക്കാൻ വേണ്ടിയിട്ട് പുറത്ത് പോയി ഫീസൊന്നും കൊടുത്ത് പഠിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വീട്ടിലിരുന്ന് തന്നെ യൂട്യൂബ് കണ്ട് പഠിക്കാവുന്നതേ ഉള്ളൂ. തുടക്കക്കാർക്ക് പോലും എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്ന രീതിയിലാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. ആദ്യമായി നമുക്ക് മിഷൻ പരിചയപ്പെടാം. അതെന്താണെന്ന് വെച്ചാൽ ആദ്യം തന്നെ നമ്മൾ മെഷീനെ കുറിച്ച് കാണിക്കുന്നത് ചിലവർക്ക് സംശയം ഉണ്ടാവും, ഇത് നോർമൽ മെഷീനാണോന്ന്. അല്ല, ഇത് എംബ്രോയിഡറി മെഷീനാണ്. ഇത് റാൾസൺ എന്ന് പറഞ്ഞ ഒരു കമ്പനീൻ്റെ മെഷീനാണ്. റാന്യൂ എന്ന് പറഞ്ഞ ഒരു മെഷീനും അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. പല പേരിലുള്ള എംബ്രോയിഡറി മെഷീനും ഉണ്ട്. ഞാൻ റാൾസൺ എടുത്തിട്ടുണ്ടായിരുന്നത്. തുടക്കക്കാരാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇതിലൊരുപാട് ഉപകാരപ്പെട്ട കാര്യങ്ങൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ഒരുപാട് ആളുകൾ വീട്ടിലിരുന്ന് എംബ്രോയിഡറി സ്റ്റിച്ചിങ് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവർക്കുള്ള വീഡിയോ ആണിത്. ഈ മെഷീൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് പോയിൻ്റാണിത്. ഈ 0-ൽ റണ്ണിങ് സ്റ്റിച്ചും 1 മുതൽ 5 വരെ സാറ്റിൻ സ്റ്റിച്ചാണ്. 5ൻ്റെ അങ്ങോട്ട് ഒന്നും കൂടി അമർത്തിയാൽ മാക്സിമം വരെ പോയി കിട്ടും. അപ്പം നല്ല വിടുത്തുള്ള സാറ്റിൻ സ്റ്റിച്ച് കിട്ടും. ഈ സാറ്റിൻ സ്റ്റിച്ച് നമുക്ക് ലോക്ക് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ലോക്കാണിത്. നമുക്കിത് ലോക്ക് ചെയ്തിട്ട് ഈ ലിവർ അമർത്തി കഴിഞ്ഞാൽ ഇതിങ്ങനെ നീങ്ങൂല. ആ ഒരു കറക്റ്റ് ഇതുണ്ട ഇവിടെ വരെ വരുള്ളൂ. നമ്മൾ എവിടെ ലോക്ക് ചെയ്ത് വെക്കുന്നത് അവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങൂല. ഈ മെഷീനിൽ ആകെ 2 സ്റ്റിച്ച് മാത്രമേ ഉള്ളൂ. ഒന്ന് റണ്ണിങ് സ്റ്റിച്ചും ഒന്ന് സാറ്റിൻ സ്റ്റിച്ചും. അപ്പോൾ റണ്ണിങ് സ്റ്റിച്ചിനായിട്ട് വേണ്ടിയിട്ട് ഈ പെഡൽ അമർത്തിയാൽ മാത്രം മതി. അപ്പോൾ ഇതാണ്ടോ ഇതുപോലെ സ്റ്റിച്ച് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. സ്പീഡിലും പതുക്കെയും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നത്. സാറ്റിൻ സ്റ്റിച്ചിനായി പെഡൽ അമർത്തി തുട കൊണ്ട് ലിവർ ഇങ്ങനെ അമർത്തി കൊടുത്താൽ നമുക്ക് സ്റ്റിച്ചിൻ്റെ വിഡ്ത്ത് കൂടിയും അത് പെഡലിങ്ങനെ റിലീസാക്കുന്നതിനനുസരിച്ച് അതിൻ്റെ ലെങ്ത്ത് കുറഞ്ഞിട്ടും വരും. ഇതാണ് നമുക്ക് വേണ്ട ലെങ്ത്തിൽ നമ്മൾ കാലുകൊണ്ട് ഇങ്ങനെ തട്ടി കൊടുക്കുന്നില്ലെങ്കിൽ ഇത് ഈ ലോക്ക് ഇട്ടിട്ട് നമുക്കിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പഠിക്കുമ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ ചെയ്തു നോക്കും. പക്ഷേ ഈ ലോക്ക് ഇട്ടിട്ട് സ്റ്റിച്ച് പഠിക്കാതിരിക്കലാണ് ഏറ്റവും നല്ലത്. ഇതിപ്പോൾ കണ്ടോ, നമ്മൾ ആ ലോക്ക് ഇട്ട് കഴിഞ്ഞപ്പോൾ നമ്മൾ 0-ലേക്കൊന്നും നമ്മൾ കാലുകൊണ്ട് ഇങ്ങനെ തട്ടിക്കഴിഞ്ഞാൽ വരില്ല. അപ്പം നമ്മൾ ഈ ലോക്ക് ഇട്ടിട്ട് ആദ്യമേ പഠിക്കാതിരിക്കലാണ് ഏറ്റവും നല്ലത്. ചിലർ പറയുന്നത് കേൾക്കാം, നമ്മളിത് ലോക്ക് ഇട്ടിട്ട് ചെയ്ത് നോക്കിയാൽ നമ്മൾ ഓരോ സ്റ്റിച്ചിങ് പഠിക്കും. പക്ഷെ പോകെ പോകെ നമുക്കിങ്ങനെ ഒരു ഫ്ലവർ ഡിസൈനൊക്കെ ചെയ്യേണ്ടി വന്നാൽ നമുക്ക് ആ ഒരു 0 to 5 അങ്ങനെയൊക്കെ നമ്മളിങ്ങനെ സ്പീഡ് കുറച്ചും കൂട്ടിയിട്ടും ഇങ്ങനെ വരേണ്ടി വരും. അന്നേരം നമ്മൾ ഫ്ലുവൻ്റ് ആവില്ല. നമ്മളിപ്പോൾ ഡ്രൈവിംഗ് ഒക്കെ പഠിക്കുമ്പോൾ നമുക്ക് സ്കൂട്ടിയൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ അതിനൊരു ലോക്ക് ഇട്ട് തരുമല്ലോ. എന്നിട്ട് ഫസ്റ്റ് ഗിയറിൽ തന്നെ ഇട്ടിട്ട് നമ്മളിങ്ങനെ ഓടിക്കും. പക്ഷേ നമ്മളെ കയ്യിൽ ലൈസൻസൊക്കെ കിട്ടി വണ്ടി കിട്ടുമ്പോഴാണ് നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ നമുക്കത് ആ ഒരു ഫ്ലുവൻ്റ് കിട്ടില്ല. നമ്മൾ ആക്സിലേറ്റർ കൂട്ടിക്കൊടുക്കും, പോയി വീഴും. അതുണ്ടാകുക. അപ്പോൾ എല്ലാവരും ഈ പഠിക്കുക. 0 to 5 വരെ വരണമെങ്കിൽ നമ്മൾ ആ കാല് കൊണ്ട് തട്ടി തന്നെ പഠിക്കുക. അപ്പോൾ ഇതുണ്ടോ റണ്ണിങ് സ്റ്റിച്ച് ഈ സെൻറ്ററിൽ മാത്രം ഉണ്ടാകുക. നമ്മൾ സിഗ്സാക്ക് ആകുമ്പോൾ അത് ഇത്രയും വിടുത്തിൽ വരും. ഈ അറ്റത്ത് നിന്ന് ഈ അറ്റം വരെ നമുക്ക് സിഗ്സാക്ക് സ്റ്റിച്ച് കിട്ടും. അപ്പം നമ്മൾ അതിനനുസരിച്ച് നമ്മളെ കാല് നീക്കി നീക്കി തന്നെ പഠിച്ചുകൊണ്ട് വരണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈം ആയിട്ട് പഠിച്ച് വരുമ്പോൾ തന്നെ നമ്മൾ ലോക്ക് ഇടരുത്. സ്പീഡ് കുറച്ച് ഇതുണ്ടോ നല്ല സ്പീഡിൽ അമർത്തി കഴിഞ്ഞാൽ നല്ല സ്പീഡായിരിക്കും. അപ്പം നമുക്ക് ഒന്നും കൺട്രോളായി കിട്ടൂല. അതുപോലെ പെഡലും ലിവറൊക്കെ നമ്മളെ സ്പീഡ് കുറച്ച് തന്നെ പഠിക്കുക. സ്പീഡ് കൂട്ടി പഠിക്കലൊന്നും ആദ്യം ചെയ്യരുത്. പതിയെ പതിയെ തന്നെ നമ്മൾ പഠിക്കണം. അപ്പോഴാണ് നമുക്ക് ഒരു ഫ്ലുവൻ്റായി വരുള്ളൂ. അല്ലെങ്കിൽ സ്പീഡ് കൂടി നമ്മളെ സ്റ്റിച്ചൊന്നും റെഡി ആവില്ല. അപ്പോൾ എല്ലാവരും അതൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം നമുക്ക് സ്പീഡ് കൂട്ടി പഠിക്കാം. ഇത് കണ്ടോ ഇതിങ്ങനെ അമർത്തി റിലീസാക്കി ഇങ്ങനെയാണ് നമ്മളെ സ്റ്റിച്ച് ശരിക്ക്. അപ്പോൾ നമ്മളിവിടെ ലോക്ക് ഇട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇവിടുന്ന് അങ്ങോട്ട് നമുക്കിങ്ങനെ ഈ ലോക്ക് പിന്നെ ഈ ലോക്ക് ഇട്ട് ഒരു സ്റ്റിച്ച് വരുമ്പോൾ അതിൻ്റെ വീതി കൂടിയ ഭാഗം വരണം, പിന്നെ 0-ലേക്ക് വന്ന് റണ്ണിങ് സ്റ്റിച്ച് വരണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആ സ്ക്രൂ ഇങ്ങനെ ലൂസാക്കി കൊടുക്കേണ്ടി വരും. അപ്പം നമ്മൾ ഫ്ലുവൻ്റായി വരില്ല. അപ്പോൾ ഇതെന്ത് ചെയ്യുക, നമ്മൾ ആദ്യം തന്നെ
നമ്മളെ കാല് തട്ടിയിട്ടും ആ കാലുകൊണ്ട് തന്നെ ഒറ്റ കാലുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനും പറ്റും. അപ്പോൾ പെഡലമർത്താനും ലിവർ അമർത്താനും ഒക്കെ നമുക്ക് ഒരേ കാലുകൊണ്ട് തന്നെ കഴിയും. 2 തരം സൂചിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നേർത്ത തുണിയാണെങ്കിൽ 11 ഇഞ്ചും സാധാരണയായിട്ട് ഏത് തുണിയിലും 14 ഇഞ്ചുമാണ് ഉപയോഗിക്കൽ. നമ്മളെ നോർമൽ തയ്യൽ മെഷീൻ്റെതും എംബ്രോയ്ഡറി മെഷീൻ്റെയും ബോബിനും കേസിനും നല്ല വ്യത്യാസമുണ്ട്. ഒന്ന് വലുതും ഒന്ന് ചെറുതുമായിട്ട് നല്ല മനസ്സിലാവും. പിന്നെ അതിൻ്റെ ഷേപ്പിലും ഒക്കെ വ്യത്യാസമുണ്ട്. എംബ്രോയ്ഡറി മെഷീൻ്റെത് ചെറുതാണ്, സാധാരണ മെഷീൻ്റെത് ലേശം വലിപ്പം ഉണ്ടാവും. അതുപോലെ നമ്മൾ എംബ്രോയ്ഡറി മെഷീൻ്റെ പിന്നെ ബോബിൽ നൂല് ചുറ്റുമ്പോൾ ഫുള്ളായിട്ട് നിറയെ ചുറ്റി വെക്കരുത്. അതുപോലെ ഇതുണ്ട്, ഇതിൻ്റെ വലിപ്പത്തിന് തന്നെ വ്യത്യാസമുണ്ട്. അതുപോലെ ഇതിൻ്റെ ഗേസിലെ വ്യത്യാസം കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, ഇതിൻ്റെ കട്ടിങ്ങിൽ കണ്ടില്ലേ വലിപ്പത്തിലും വ്യത്യാസം. ഇതിൻ്റെ കട്ടിങ് ഞാൻ വലുതായിട്ട് കാണിച്ചു തരാം, അപ്പോൾ മനസ്സിലാവും. ഇവിടെ ഒരു കമ്പിയും ഉണ്ട്. ഇതാണ് എംബ്രോയ്ഡറി മെഷീൻ്റെത്. നോർമൽ മെഷീൻ്റെത് വേറെ. ഇത് കണ്ടോ, ഈ കട്ടിങ്ങാണ് എംബ്രോയ്ഡറി മെഷീൻ്റെ. എൻ്റെ സെൻറ്ററിലൊരു കമ്പിയും ഉണ്ടാവും. നോർമൽ മെഷീൻ്റെത് ഇങ്ങനത്തെ ഒരു കട്ടിങ്ങാണ്. അടുത്തത് ഫ്രെയിം കാണിക്കാം. 6 ഇഞ്ച് മുതൽ 12 ഇഞ്ച് വരെയുള്ള ഫ്രെയിമുകൾ നമുക്ക് കിട്ടും. അതിൽ തുടക്കക്കാർക്ക് 12 ഇഞ്ചിൻ്റെ ഫ്രെയിം ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ ചിത്രങ്ങൾക്കനുസരിച്ച് ഫ്രെയിം തിരഞ്ഞെടുക്കാവുന്നതാണ്. അടുത്തത് നൂല്. പല ബ്രാൻഡിൻ്റെ നൂല് നമ്മൾക്ക് കിട്ടും. സിൽക്ക്, പിന്നെ നല്ല ഗ്ലേസിങ് ഉള്ളതുണ്ട്, അങ്ങനെ പല തരത്തിലുള്ളതുണ്ട്. അപ്പം ഞാൻ എല്ലാ തരത്തിലുള്ളതും ഉപയോഗിക്കാറുണ്ട്. ഇത് നമ്മൾ ബോബിൻ ത്രെഡാണ്. അപ്പോൾ ഞാൻ എൻ്റെ ബ്ലാക്കും വൈറ്റും വാങ്ങിയിട്ടുണ്ട്. ഇത് നമ്മളെ ലോക്ക് മെഷീനിൽ ഉപയോഗിക്കുന്ന നൂലിൻ്റെ കാട്ടിലും കട്ടി കുറവായിരിക്കും. ലോക്ക് മെഷീനിൽ ഉപയോഗിക്കുന്ന ആ ത്രെഡും ഇതിന് ലേശം കട്ടി ഉണ്ടാവും, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ 2 കളർ വാങ്ങി, പക്ഷേ വൈറ്റ് മാത്രം മതി, ബ്ലാക്ക് നിർബന്ധമൊന്നുമില്ല, ഞാനങ്ങ് വാങ്ങിച്ചു എന്നേ ഉള്ളൂ. ബോബിനിൽ പിന്നെ നോർമൽ ത്രെഡ് ഉപയോഗിച്ചാലും വലിയ പ്രശ്നമൊന്നുമില്ല, അത്യാവശ്യം നമുക്ക് സ്റ്റിച്ച് ചെയ്യാനൊക്കെ പറ്റും. പിന്നെ ഫസ്റ്റ് ടൈമായിട്ട് നമ്മൾ പഠിക്കുകയല്ലേ, അന്നേരം പ്രാക്ടീസിനായിട്ട് നമ്മൾ ഒരിക്കലും തുണി ഉപയോഗിക്കരുത്. നമ്മൾ മെഷീനൊന്നും നമുക്ക് നിയന്ത്രണത്തിലാവുന്നത് വരെ നമ്മൾ പേപ്പറിൽ പ്രാക്ടീസ് ചെയ്യണം. പിന്നെ നമ്മൾ ഫസ്റ്റ് ടൈമായിട്ട് പെഡലിങ്ങനെ അമർത്തി ഒരു റണ്ണിങ് സ്റ്റിച്ച് ഇട്ടിട്ട് ഇങ്ങനെ പഠിക്കുക. അപ്പം നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് ഇടുമ്പോൾ ആദ്യമൊന്നും നമുക്ക് ക്ലിയർ ആയി വരില്ല, ഇതുപോലെ പേപ്പറിലാണല്ലോ, അങ്ങനെ ഇങ്ങനെയൊക്കെ ആവും. അപ്പം നമ്മൾ പേപ്പറിൻ്റെ 2 സൈഡും ഇങ്ങനെ പിടിച്ചെടുത്ത് ചെയ്യുകയാണെങ്കിൽ കുറേയൊക്കെ റെഡിയാവും. എന്നാലും നമുക്ക് ഏറ്റവും നല്ലത് എന്ത് ചെയ്യുക, ഒരു ലൈൻ ഇട്ട് കൊടുക്കുക. ഇതുപോലെ ലൈന് വരച്ചിട്ട് ആ ലൈനിലൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മളപ്പോൾ നമുക്ക് ഒരേ ദിശയിൽ സ്റ്റിച്ച് ചെയ്ത് കിട്ടും. അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് നമ്മൾ പിന്നെയാണ് നമ്മൾ തുണിയിലേക്കൊക്കെ ചെയ്യാവുള്ളൂ. അത് ഇതിനനുസരിച്ച് സ്പീഡ് കുറച്ചിട്ട് തന്നെ ചെയ്യുക. ഞാൻ അതുപോലെ തന്നെ വീഡിയോയിൽ കാണിക്കുന്ന സ്പീഡൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ പതിയെ അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് അതിനൊപ്പരം നമ്മൾ സൂചിൻ്റെ അടുത്ത് നമ്മളെ വിരൽ വെക്കരുത്. ഇതുപോലെ പേപ്പർ ആകുമ്പോൾ നമുക്കിങ്ങനെ ചുരുണ്ട് വരും, നമ്മൾ റിങ് ഇടാതെയല്ല സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ 2 സൈഡിലും കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് വലിച്ച് പിടിച്ചാൽ മതി, ഓവർ വലിക്കേണ്ട, പതിയെ ഒന്ന് പിടിച്ചാൽ. അപ്പോൾ ഇതുപോലെ നമുക്ക് സ്റ്റിച്ച് കിട്ടും. അപ്പോൾ നമ്മൾ നൂലിടാണ്ടാണല്ലോ പഠിക്കുന്നത്, അപ്പോൾ സൂചി നൂലിട്ടാലും ഇട്ടില്ലെങ്കിലും കയ്യിൽ കൊള്ളാതെ നോക്കണം. അടുത്തത് 2 ലൈൻ ഇടുക. ആ 2 ലൈനിലും നമുക്ക് സാറ്റിൻ സ്റ്റിച്ചാണ് പഠിക്കേണ്ടത്. പക്ഷേ ഒന്ന് റണ്ണിങ് സ്റ്റിച്ച് പഠിച്ച ഉടനെ തന്നെ നമ്മൾ സാറ്റിൻ ചെയ്യരുത്. റണ്ണിങ് സ്റ്റിച്ച് നല്ലോണം പ്രാക്ടീസ് ആവണം, കുറേ പേപ്പറിൽ ചെയ്ത് നോക്കണം, എന്നതിന് ശേഷമേ നമ്മൾ സാറ്റിൻ സ്റ്റിച്ച് പഠിക്കാവൂ. അപ്പോൾ ഇതുപോലെ പഠിക്കുമ്പോൾ നമ്മൾ വീഡിയോയിൽ ഇപ്പോൾ അത് പഠിക്കുന്നവരെ കുറേ കാണിക്കാവില്ലല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. ആ ലെങ്ത്ത് ഒന്ന് ഇങ്ങനെ നമ്മൾ നോക്കി നോക്കുക. ഇപ്പോൾ ഏകദേശം ഒരു പിന്നെ 3-ലാണ്. അപ്പം നമ്മൾ 3-ലോ 2-ലോ അതിലൊക്കെ ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്യാം. അത് നമ്മളെ പ്രാക്ടീസ് ആകുന്നവരെ എല്ലാം സ്റ്റിച്ച് ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ ഇനി ലൈൻ ഇടണം എന്നില്ല, ലൈൻ ഇട്ടതൊന്ന് ആ ഒരു കറക്റ്റ് ഇതിൽ പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മളെ കാലൊന്ന് റെഡിയായി കിട്ടാനൊക്കെയാണ്. നമ്മളെ കയ്യിൻ്റെ ഫ്ലുവൻ്റ് റെഡി ആവണം. അപ്പോൾ നമ്മളിങ്ങനെ പേപ്പർ വെച്ചെടുത്തിട്ട് കാര്യമില്ല, ഇതിന് പല്ലില്ലാത്തത് കൊണ്ട് നീങ്ങൂല, നമ്മൾ തന്നെ നീക്കി കൊടുക്കണം. അപ്പം നമ്മൾ റിങ് ഇട്ടാലും ഇതിങ്ങനെ നീക്കി കൊടുക്കുകയും വേണം. അപ്പോൾ നമ്മൾ ആ കൈയിൻ്റെ മൂവ്മെൻറ്റും കാലിൻ്റെ മൂവ്മെൻറ്റും കറക്റ്റ് ആവുന്നതാണ് നമ്മളെ എംബ്രോയ്ഡറി സ്റ്റിച്ചിൻ്റെ രീതികൾ. അടുത്തത് നമുക്ക് ലൈൻ ഇടാതെ നമുക്കിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് നോക്കാം.
ഇപ്പം നേരത്തത് നമ്മൾ 3-ലിട്ടത് ഇപ്പോൾ 2-ലാണ്, അതിലും കുറഞ്ഞത്. അപ്പം നമുക്ക് ഏത് രീതിയിലും പിന്നെ ഇവിടുത്തെ കൂട്ടിയിട്ടും കുറച്ചിട്ടൊക്കെ പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക. പിന്നെ സ്പീഡ് പതിയെ നമ്മളിങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ നമ്മളൊന്ന് സ്പീഡ് കൂട്ടി നോക്കാം. അപ്പോഴൊക്കെ നല്ലോണം ശ്രദ്ധിക്കണം. പിന്നെ അടുത്തത് നമുക്ക് മാക്സിമത്തിലിട്ടിട്ട് ഇത്രയും വിടുത്തുണ്ടാവും മാക്സിമത്തിലിട്ട, പിന്നെ അതും സ്റ്റിച്ച് ചെയ്ത് നോക്കുക. ഒക്കെ പതിയെ ചെയ്യുക, പിന്നെ സ്പീഡ് കൂട്ടുക. അങ്ങനെ ആ സ്പീഡും ഇതും പഠിച്ചതിന് ശേഷം നമുക്ക് പിന്നെ ഫ്ലവർ അതൊക്കെ ചെയ്ത് നോക്കാം. അതന്നെ നമ്മൾ നൂലിടാതെ ഈ പേപ്പറിൽ തന്നെ നമുക്ക് ഫ്ലവറൊക്കെ ചെയ്ത് നോക്കാം. അടുത്തത് നമുക്ക് ഈ 0 to 5 അങ്ങനെ അത് ചെയ്ത് നോക്കാം. അപ്പോൾ അതിൻ്റെ ചെയ്യുന്നതിനൊപ്പരം ഞാൻ അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് എങ്ങനെയെന്നതിൻ്റെ സ്ക്രീനിൽ കൂടി കാണിക്കാം. ഇതിപ്പോൾ നമ്മൾ ഇതുണ്ടോ, ഇതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ കാലുകൊണ്ട് ഇങ്ങനെ 0 to 5-ലെത്തും. പിന്നെ ഇതുണ്ടോ 0-ന്ന് പിന്നെ 5-ൽ, പിന്നെ 0-ന്ന് 5-ൽ. അപ്പം നമ്മളത് സൈഡിൽ ഇങ്ങനെ കാണിച്ചു തന്നതാണ്. നമ്മളെ പെഡൽ അമർത്തുന്നതിനനുസരിച്ച് ഇങ്ങനെ സംഭവിക്കുക. അപ്പോൾ രണ്ടും നമ്മൾ നമ്മളെ മനസ്സിൽ ഓർമ്മയുണ്ടാവും. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ നൂലിടാതെ ചെയ്ത് പഠിക്കുക. അപ്പോൾ അടുത്തത് ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരിക്കലും നമ്മളെ വിരൽ ആ സൂചീൻ്റെ അടുത്ത് പോരുത്. നമ്മളെ വിരലിൽ കൊള്ളും സൂചി, വിരലിൻ്റെ ഉള്ളിൽ സൂചി കയറും. എന്നാൽ നമുക്കിതിന് സൈഡിൽ ഫൂട്ടൊന്നും ഇല്ലാത്തതാണ്. നമ്മൾ റിങ് ഇട്ട് കഴിഞ്ഞാലും നമ്മൾ റിങ്ങിൻ്റെ സൈഡിലൂടെ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ നമ്മളതിൻ്റെ അടുത്തൊന്നും ഒരിക്കലും വിരൽ കൊണ്ടുപോയി വെക്കരുത്. ഒക്കെ പ്രാക്ടീസ് ചെയ്ത് ചെയ്യുമ്പോൾ പിന്നെ അതൊരു സ്വാഭാവികമായിട്ടും അവർ ശ്രദ്ധിക്കും. പക്ഷെ തുടക്കക്കാരും അങ്ങനെ ചെയ്യരുത്. പിന്നെ നമ്മൾ റിങ് ഇടാതെ, റിങ് ഇട്ട പോലെ ഇതുപോലെ ഇങ്ങനെ റാൻഡമായിട്ട് ഇങ്ങനെ വെറുതെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കും. ഇങ്ങനെ നമ്മൾ റിങ് ഇട്ടിട്ട് ഇങ്ങനെ മൂവ്മെൻറ്റ് കറക്റ്റ് ആക്കുമല്ലോ, അതേപോലെ നമ്മൾ പേപ്പർ കൊണ്ടും ഇങ്ങനെ വെറുതെ ചെയ്ത് പഠിക്കുക. അടുത്ത് നമുക്കൊരു ലീഫ് വരച്ച് നോക്കാം. ഇനി ഇതിന് മുകളിലൂടെ നമ്മൾ റണ്ണിങ് സ്റ്റിച്ചാണ് ചെയ്യുന്നത്, സാറ്റിനല്ല. റണ്ണിങ് സ്റ്റിച്ച് ഫ്ലുവൻ്റ് ആണ് വരെ ഇതുപോലെ ഫ്ലവറോ എന്തെങ്കിലുമൊക്കെ വരച്ചിട്ട്, പേപ്പറാണ് ചിലപ്പം കുത്തി വലിഞ്ഞിട്ട് അങ്ങോട്ട് തയ്ക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. എന്നാലും നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഇതാവുമ്പോൾ പിന്നെ നമുക്ക് തുണിയിലേക്ക് ചെയ്യുമ്പോൾ നമുക്കിതൊക്കെ ഒരു ഉപകാരപ്പെടും. ഇനി അടുത്തത് നമ്മളിപ്പോൾ വരച്ചിട്ടാണ് ചെയ്തത്, അതേപോലെ ഒന്നും കൂടി വരക്കുക. അങ്ങനെ വരച്ചിട്ടും വരക്കാതെയൊക്കെ, ഇപ്പോൾ വരച്ചിട്ട് ചെയ്ത് പിന്നെ നമ്മൾ വരക്കാതെ തന്നെ നമുക്ക് റണ്ണിങ് സ്റ്റിച്ച് പേപ്പറിൽ ചെയ്യാം. അങ്ങനെ നമ്മളിങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് പ്രാക്ടീസാവും. പിന്നെ ഇത് അടുത്തത് നമ്മൾ ഈ റണ്ണിങ് സ്റ്റിച്ച് ചെയ്തതുപോലെ തന്നെ നമുക്ക് സാറ്റിൻ സ്റ്റിച്ച് വെച്ചിട്ട് ചെയ്ത് നോക്കാം. കുറഞ്ഞതൊരു ആഴ്ചയെങ്കിലും ഇത് പ്രാക്ടീസ് ചെയ്യേണ്ടതാണ്. പിന്നീട് നമുക്ക് തുണിയിലേക്ക് ചെയ്യേണ്ടതുള്ളൂ. ഇനി നമ്മൾ വരയ്ക്കാതെ ഇതുപോലെ റണ്ണിങ് സ്റ്റിച്ച് ഇട്ടിട്ട് ഒരു ലീഫിൻ്റെ ഒരു ഷേപ്പ് വരച്ചെടുക്കാം. ഇതാ ഇപ്പോൾ ഒരു ലീഫിൻ്റെ ഷേപ്പായി. ഈ ലീഫ് വെച്ചിട്ട് തന്നെ നമ്മളൊരു ഫ്ലവർ ഡിസൈൻ ചെയ്യാനൊക്കെ പറ്റും. അപ്പം നമുക്ക് പിന്നെ നമ്മൾ വരക്കേണ്ട ആവശ്യമൊന്നും വരില്ല. നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതിനനുസരിച്ചാണ് നമുക്കെല്ലാം ആയി വരുള്ളൂ. പ്രാക്ടീസ് മസ്റ്റാണ്. ഡെയിലി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് തുണി വെച്ച് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.